PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ഇപ്പോൾ എലിജിബിലിറ്റി ലിസ്റ്റ് പ്രൊവിഷണലി എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റോർ കീപ്പർ ഓൾറെഡി 10th ലെവൽ പ്രിലിംസിൻ്റെ PSC പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാമതായിട്ട് കാറ്റഗറി നമ്പർ 557/2023 ഉള്ള ഓഫീസ് അറ്റൻഡൻറ്റ് സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കും സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ കേരള ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് ഇവിടങ്ങളിലേക്കുള്ള പ്രിലിംസിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 23,000 തൊട്ട് 50,200 വരെയാണ്. ഇപ്പോൾ ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്കറിയാലോ 28/12/2024, 11/1/2025, 25/1/2025, 8/2/2025 എന്നീ 4 ഘട്ടങ്ങളിലായിട്ടാണല്ലോ ഇതിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നിരുന്നത്. അപ്പോൾ ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് സെലക്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ രജിസ്റ്റർ നമ്പർ ന്യൂമറിക്കൽ സീക്വൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് അത് സ്കോർ അനുസരിച്ചിട്ടല്ല. അപ്പോൾ ആ ലിസ്റ്റാണ് നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതിയ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ PSCയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. പിന്നെ ഇത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രൊവിഷണൽ ലിസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ OMR ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണിത്, അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ അതായത് 10th ലെവൽ പ്രിലിമിനറിയുടെ റിസൾട്ടാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 73.23 മാർക്കും അതിന് മുകളിലും കിട്ടിയിട്ടില്ല. അതായത് സ്റ്റാൻഡർഡൈസേഷന് ശേഷം ആ പ്രിലിമിനറി OMR ടെസ്റ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷന് ശേഷം 73.23 അതിന് മുകളിലും കിട്ടിയിട്ടുള്ളവരെയാണ് ഈ എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണെന്നാണ് പറയണത്. പിന്നെ അതുപോലെ തന്നെ റിസർവേഷൻ കമ്മ്യൂണിറ്റീസും അവർക്ക് അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഈ കട്ട് ഓഫ് മാർക്ക് കുറച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് കാറ്റഗറിക്കും അത് അങ്ങനെ തന്നെയാണ്. ഇനി ഈ നിങ്ങൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ്റെ സമയത്ത് ഈ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ക്ലെയിം ചെയ്യാനായിട്ട് പ്രൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ളത് ഈ 10th ലെവലിൻ്റെ അത് മെയിൻ എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റി മാത്രമായിട്ടേ കണക്കാക്കുള്ളൂ. റാങ്ക് ലിസ്റ്റ് അതായത് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ മെയിൻ എക്സാമിനേഷൻ്റെ മാർക്കാണ് നോക്കുക, അല്ലാതെ ഈ പ്രിലിമിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.